മണ്ഡലത്തിന്റെ MLA ആണ്. അദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളെല്ലാരും അറിയേണ്ടതാണ്. അദ്ദേഹം എന്താണ് ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുന്ന, മനസ്സിലാക്കണേ, ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുന്ന, അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിക്കുന്ന, ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് സിവിൽ സർവീസ് അക്കാഡമി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്താണ് ഒരു എക്സാം നടത്തും. ഇപ്പൊ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം 6500ഓളം കുട്ടികൾ എന്താണ് എക്സാം എഴുതി വിവിധ കാറ്റഗറികളിലായിട്ട്. അതിൽ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് ഒരു കാറ്റഗറിയാണ്, 11, 12 വേറെ കാറ്റഗറിയാണ്, അതേപോലെ ഡിഗ്രി പഠിക്കുന്നവർ വേറെ കാറ്റഗറിയാണ്. എന്നിട്ട് അവർ എക്സാം എഴുതിയിട്ട് അവരിൽ നിന്ന് എന്താണ് ടോപ്പ് കിട്ടുന്ന ആളുകൾക്ക് എന്താണ് കുറേ മൊബൈല്, എന്താണ് ടാബ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവരെന്താണ് അവർക്ക് നിരന്തരമായ കോച്ചിങ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൊടുത്തുകൊണ്ട് അവരെന്താണ് ഒരു സിവിൽ സർവീസ് രൂപത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എത്രാമത്തെ വയസ്സിലാണ്? 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് വരെ ഇത് ചെയ്യാന്നുള്ളതാണ്. 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ചെയ്യാം, 10ലെ കുട്ടിക്ക് ചെയ്യാം. അപ്പൊ എന്താണ് അയാളുടെ വിഷൻ, അയാളുടെ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്, ഞാൻ എന്താണ് ഒരു 7 വർഷം കഴിയുമ്പോൾ ഞാൻ എന്താണ് ഒരു കലക്ടറെ പോലെ ആവാനുള്ള ശ്രമം നടത്തുകയാണ്. അതിന് ഇന്ന് ഞാൻ ചെയ്യുന്നത് എന്താ? ഇന്ന് ഈ കോച്ചിങ്ങിനൊക്കെ ഞാൻ പോകുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാ മനസ്സിലായോ? അപ്പൊ അടുത്ത വർഷം എന്താണ് ഇതേ എക്സാം ഇനിയും നടക്കും. ആ സമയത്ത് എന്താണ് വാട്സപ്പിലൊക്കെ വരുമ്പോൾ എന്താണ് നിങ്ങളും ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആ എക്സാമിന് രജിസ്റ്റർ ചെയ്യുക. ഇപ്രാവശ്യം മുതൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യം അവർ മലപ്പുറം ജില്ല മൊത്തത്തിൽ എങ്ങനെ നടത്തും, പിന്നെ അത് കഴിഞ്ഞ് ഓരോ ജില്ലയിൽ ഓരോ സെന്റർ വെക്കുക. എന്നാൽ ഇപ്രാവശ്യം മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ സെന്റർ എന്താണ് പല സ്ഥലത്തായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ പയ്യന്നൂർ തായ്നേരി സ്കൂൾ ഒരു സെന്റർ ആയിരുന്നു പരീക്ഷ എഴുതാൻ, നമുക്ക് എളുപ്പമാണ്. തളിപ്പറമ്പ് സീതി സാഹിബ് സ്കൂൾ എന്താണ് അതിന്റെ ഒരു സെന്റർ ആയിരുന്നു, നമുക്ക് പോയി എക്സാം എഴുതി കൂടെ. ആദ്യം അവരങ്ങനെ കൊടുത്തിരുന്നില്ല, ജില്ലയിൽ ഒരു സെന്റർ ഒക്കെ. അപ്പൊ എന്താണ് ഇവിടുന്ന് ചിലപ്പോൾ കണ്ണൂരേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ തലശ്ശേരി ആയിരിക്കും, അവിടെയൊക്കെ പോകേണ്ടി വരും. ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ എന്താണ് സെന്റർ കൊടുത്തു. അതേപോലെ എന്താണ് കണ്ണൂരിൽ എന്താണ് DIS ദീനുൽ ഇസ്ലാം സഭ സ്കൂളിൽ എന്താണ് സെന്റർ കൊടുത്തു. തലശ്ശേരിയിൽ എന്താണ് മുബാറക് സ്കൂളുമായി ബന്ധപ്പെട്ട് സെന്റർ കൊടുത്തു. അപ്പൊ അവിടെ പോയി നമ്മൾ എന്താണ് എക്സാം എഴുതുക. നമുക്ക് ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ ഉള്ള എന്താണ് അതിന്റെ കോച്ചിങ് കിട്ടും. നമുക്ക് എന്താണ് നമ്മുടെ വിഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 10ാം ക്ലാസ് കഴിഞ്ഞവര് ഇപ്പൊ എന്താണ് +1 അപേക്ഷ കൊടുത്തോ? ഇല്ല. അപ്പൊ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്നത് സയൻസ് അത്യാവശ്യം പഠിക്കാനുണ്ടാവും ഒന്ന്. അപ്പൊ ഇരുന്ന് പഠിക്കാൻ എനിക്ക് സമയമുണ്ടോ എങ്കിൽ മാത്രം എന്താണ് സയൻസ് എടുത്താൽ മതി. ഒന്ന് മനസ്സിലായോ? അപ്പൊ സയൻസ് പഠിക്കാനുള്ള അതിയായ കഴിവ് എനിക്കുണ്ട്, നമ്മൾ സയൻസ് എടുക്കണം. അതല്ല എനിക്ക് സയൻസ് ആവൂല, ഹ്യൂമാനിറ്റീസ് എന്താണ് ഇങ്ങനെ വായിച്ചു എക്സാം എഴുതേണ്ട സാധനമാണ്, അപ്പൊ അത് പറ്റുമെങ്കിൽ അത് ചെയ്യണം. അല്ലെ കൊമേഴ്സ് ആണ്, അഥവാ എനിക്ക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പോവേണ്ടത്, അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൊമേഴ്സിന് അപ്ലിക്കേഷൻ കൊടുക്കണം. പിന്നെ എന്താണ് നമ്മുടെ മാർക്കിനും മറ്റു കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് എന്ത് ചെയ്യുക, ഈ എന്താണ് ഇതിനുള്ള സീറ്റ് നമുക്ക് ലഭിക്കുക. നമ്മൾ ഇഷ്ടപ്പെട്ട സ്കൂൾ തന്നെ കിട്ടണം എന്നില്ല. സർസൈഡ് സ്കൂളിൽ തന്നെ കിട്ടണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജനറൽ മെറിറ്റിലാണ്, അഥവാ നമ്മൾ ഓൺലൈൻ കൊടുത്തതനുസരിച്ചാണ് നമുക്ക് സീറ്റ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്തില്ല, നമുക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മാറാൻ സമ്മതിക്കുന്ന അത്രയും എന്താണ് മാറാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ കൊടുത്ത കമ്മ്യൂണിറ്റി കോട്ടയിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പിന്നെ മാറാനുള്ള ഓപ്ഷൻ ഇല്ല. ഇപ്പൊ ഞാൻ വിചാരിച്ച എന്താണ് ഹ്യൂമാനിറ്റീസിന് ചേരാനാണ് അല്ലെങ്കിൽ കൊമേഴ്സിന് ചേരാനാണെന്ന് വിചാരിക്കുക. എനിക്ക് കമ്മ്യൂണിറ്റി കോട്ട നോക്കിയപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് എന്താണ് കൊമേഴ്സിന് ചേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ എനിക്ക് കമ്മ്യൂണിറ്റി കോട്ട നോക്കിയപ്പോൾ എന്താണ് ഹ്യൂമാനിറ്റീസിന് കിട്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഹ്യൂമാനിറ്റീസിന് കിട്ടിയാൽ മാറാലോ, എന്ത് കൊമേഴ്സിലേക്ക് മാറാൻ പറ്റുമോ? കമ്മ്യൂണിറ്റി കോട്ടയിൽ നമുക്ക് മാറാൻ സാധ്യമല്ല. പിന്നെ ജനറൽ കോട്ടയിൽ നമ്മൾ എന്താണ് ചെയ്യുമ്പോൾ നമുക്ക് മാറാൻ പറ്റും. ഇതൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കും പലരും എന്താണ്, കാരണം ഇത് 2ാമത്തെ അലോട്ട്മെന്റ് വരുന്ന സമയത്താണ് ഏത് വരിക, കമ്മ്യൂണിറ്റി അലോട്ട്മെന്റും വരിക. മനസ്സിലായോ? 1ാമത്തെ അലോട്ട്മെന്റ് ആകുമ്പോൾ എന്താണ് ഫ്രീ ആയിരിക്കും, ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അവിടെ കിട്ടി ഇവിടെ കിട്ടി അങ്ങനെ. 2ാമത്തെ അലോട്ട്മെന്റ് വന്ന പിറ്റേ ദിവസമാണ് അല്ലെങ്കിൽ അന്ന് വൈകുന്നേരമാണ് എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റി അലോട്ട്മെന്റ് വരിക. അപ്പൊ പലർക്കും എന്താണ്
ആശങ്ക ഉണ്ടാവും അല്ലെങ്കിൽ സംശയം ഉണ്ടാവും. കമ്മ്യൂണിറ്റി കോട്ടയിൽ എന്താണ് അവിടെ എന്താണ് കൊമേഴ്സിന് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ജനറൽ മെറിറ്റിൽ എന്താണ് എനിക്ക് സയൻസിന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഹ്യൂമാനിറ്റീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് എനിക്ക് കൊമേഴ്സ് ആണല്ലോ വേണ്ടത്, അല്ലെങ്കിൽ മാറാ എന്ന് വിചാരിച്ചിട്ട് എന്താണ് അവിടെ പോയി ചേരുന്ന അവസ്ഥ ഉണ്ടാവരുത്. കൃത്യമായ തീരുമാനമെടുത്ത് ചേരുക. പലർക്കും എന്താണ് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസിന് ചേർന്നിട്ട് പിന്നെ കൊമേഴ്സിലേക്ക് മാറാലോ എന്ന് പറഞ്ഞിട്ട് എന്താണ് കാത്തുന്ന ആൾക്കാരുണ്ട്, പക്ഷെ മാറാൻ കഴിയില്ല. അപ്പോൾ ഇത് പ്രത്യേകം പ്ലസ് വണ്ണിലേക്ക് പോകുന്ന കുട്ടികൾ എന്താണ് പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വിഷയത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, സ്കൂളിനല്ല. സ്കൂളിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? എല്ലാ സ്കൂളിലും എന്താണ് നമുക്ക് പോകാൻ പറ്റുന്ന അത്ര സ്കൂളുകളിൽ എന്താണ് കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ എന്താണ് നന്നായി എല്ലായിടത്തും പോകാൻ പറ്റുന്നിടത്തൊക്കെ പോയിക്കോ, പോയി വരാൻ പറ്റുന്നിടത്തൊക്കെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കുറേ സ്കൂളുകളിൽ എന്താണ് ഉള്ളോട്ടുള്ള സ്കൂളുകളിൽ എന്താണ് നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. സീറ്റ് വേക്കൻ്റ് ആകുമ്പോൾ ബാച്ച് കൂടുതലുണ്ട്, സീറ്റ് വേക്കൻ്റ് ആണ്. പിന്നെ നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രധാനമായും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്താണ് ഒരു ലക്ഷ്യം ഉണ്ടാകുന്നത്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, പൈലറ്റ്, സിവിൽ സർവീസ് എന്നൊക്കെ പറയുന്നത്. അത് ഇത്ര കാലം എടുക്കും എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഒരു സിവിൽ സർവീസ് ഓഫീസർ ആവണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടുന്ന അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ഡിഗ്രി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കിട്ടുമോ? ഇല്ല. അയാൾ എന്ത് ചെയ്യണം? +2 ചെയ്യണം. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ചെയ്യണം. +2 കഴിഞ്ഞാൽ എന്താണ് 3 വർഷം കൂടി എന്താണ് ഡിഗ്രി കഴിയണം. എന്നാലും എന്താണ് ഡിഗ്രി ആവുള്ളൂ. അത് കഴിഞ്ഞാൽ അയാൾക്ക് ഈ എക്സാം ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും കാലം എൻ്റെ കുടുംബത്തിന് എന്നെ പഠിപ്പിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പഠനം നടത്തണം, നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മളെന്താണ് കുടുംബത്തിന് ബാധ്യതയായിട്ട് ഇങ്ങനെ നിൽക്കരുത്. അപ്പൊ എന്താണ് അതിനേക്കാൾ നല്ലത് വേറെ എന്തെങ്കിലും കോഴ്സുകൾ ഉണ്ടോ? ഉണ്ടാവും. ഷോർട്ട് ടൈം കോഴ്സുകൾ ഒരുപാടുണ്ട്. ഇനി കുറെ ആളുകളുണ്ട് എന്താ എനിക്ക് ഇരുന്ന് വായിച്ച് പഠിക്കാനൊന്നും കഴിയില്ല, എനിക്ക് തിയറി ഒന്നും അറിയില്ല. വേണമെങ്കിൽ എന്താണ് സൈക്കിളിങ്ങൾ കൊണ്ടാൽ ഞാൻ എന്താണ് നന്നാക്കി തരാം, സ്കൂട്ടർ ഇങ്ങോട്ട് കൊണ്ടാൽ ഞാൻ എന്താണ് സ്റ്റാർട്ടാക്കി തരാം. അങ്ങനെ കഴിവുള്ള കുറെ ആൾക്കാരുണ്ടാവും. ഇവരോട് എന്താണ് ഇരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ തിയറി എന്തെങ്കിലും പഠിക്കുമോ? ഇല്ല. അവർക്ക് എന്താ നല്ല പണി? അവർക്ക് പറ്റിയ കോഴ്സാണ് ITI ഉണ്ടാവുക. ITI എന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സാധനം. അവിടെ നമുക്ക് പോയാൽ എന്താണ് 1 ഇയർ കോഴ്സ് ഉണ്ട്, 2 ഇയർ കോഴ്സ് ഉണ്ട്, 3 ഇയർ കോഴ്സ് ഉണ്ട്, ടെക്നിക്കൽ കോഴ്സുകളുണ്ട്, നോൺ ടെക്നിക്കൽ കോഴ്സുകളുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞേക്ക് പോകാൻ പറ്റുന്ന മറ്റൊരാളാണ്. ആ +2 കഴിഞ്ഞേക്കും വേണമെങ്കിൽ പോകട്ടോ. അതുകൊണ്ട് ഇത് ആദ്യം പറയും. അപ്പൊ ടെക്നിക്കൽ കോഴ്സിന് പോവാം. ഇനി അതല്ല, ഇപ്പൊ എന്താണ് 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന മറ്റൊന്നാണ് പോളി ഡിപ്ലോമ കോഴ്സ്. പോളിടെക്നിക് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? പോളിടെക്നിക്കിൽ എന്താണ് നമുക്ക് ടെക്നിക്കൽ കോഴ്സുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്താണ് നമ്മുടെ സിവിൽ, ഡ്രാഫ്റ്റ് ഇങ്ങനെ തുടങ്ങിയുള്ള വിവിധങ്ങളായ ഇലക്ട്രിക്, ഇലക്ട്രോണിക്സ്, അതേപോലെ എന്താണ് TV, മെക്കാനിസം, റെഫ്രിജറേഷൻ ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് സംഭവങ്ങൾ എന്താണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. തൊഴിലധിഷ്ഠിത കോഴ്സാണ്. അപ്പൊ അതിലെന്താണ് തിയറി കുറവായിരിക്കും, മുഴുവൻ എന്താണ് വർക്ക്ഷോപ്പ് ആയിരിക്കും. അപ്പൊ അയച്ചിട്ട് എന്താണ് വയലെല്ലാം പെരങ്ങിയിട്ട് പണിയെടുക്കേണ്ടി വരും. നല്ലതാണ്. അതിൽ നല്ല ത്രില്ലുള്ള എത്ര മക്കളുണ്ട് അറിയാം നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ അവരൊന്നും ഇത് ആരും പറഞ്ഞേക്കൂല, അവർ പറഞ്ഞുകൊടുക്കുകയും ചെയ്യില്ല. എന്നിട്ട് എന്ത് ചെയ്യും? നേരെ സാധാരണ കൊണ്ടുവന്ന കോഴ്സിൽ കൊണ്ടുപോയി ചേർക്കുന്നില്ല, പഠിക്കുകയും ചെയ്യില്ല. തോറ്റിട്ട് എന്താണ് അവസാനം തലപ്പുറപ്പിലെ പുതിയ എവിടെയും കൊണ്ടുപോകും. ഈ ഓട്ടോമൊബൈലും ഈ ഇലക്ട്രിക്കും ഈ ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞവനാണെന്ത് നമ്മുടെ ഇലക്ട്രീഷ്യനും മറ്റൊക്കെ ആയിട്ട് എന്താണ് ലൈസൻസ് എടുത്ത് നമ്മളെ വീട്ടിൽ ഒരു ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ ഇത് നടത്തി അത് സ്വിച്ച് ബോർഡൊക്കെ ഫിറ്റ് ചെയ്തിട്ട് എന്താണ് മെയിൻ സ്വിച്ച് കാണിച്ചു കൊടുത്തിട്ട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആരുടെ ഒപ്പ് വേണം? ഇങ്ങനെ ഒരു ലൈസൻസ്ഡ് ആയ ഒരാളുടെ ഒപ്പ് വേണം. അയാളുടെ ഒപ്പിന്റെ വില ഉണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഈ രൂപത്തിൽ എന്താണ് നമ്മുടെ കഴിവുകൾ, അപ്പൊ നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ പോകാൻ പറ്റുക. അല്ലാതെ എന്താണ് നീ സയൻസിനെ പോകുന്ന ഞാനും സയൻസിന്, നീ കൊമേഴ്സിന് എന്നാൽ ഞാൻ കൊമേഴ്സിന് എന്ന് പറഞ്ഞു പോവാതെ ഈ രീതിയിൽ എന്താണ് നമ്മുടെ കോഴ്സുകൾ എന്താണ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആകെ തുക. മനസ്സിലാകുന്നില്ലേ പറയുന്നത്? അതേപോലെ തന്നെയാണത് ഒരുപാട് കമ്പ്യൂട്ടർ കോഴ്സുകളുണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക്. DCA, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓഫീസ് ജോലികൾക്ക് ആവശ്യമാകുന്ന എന്താണ് ഗവൺമെന്റ് അംഗീകരിച്ചതാണ്. LBS സെന്റർ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ റുട്രോണിക്സ് പറഞ്ഞിട്ട് ഒരുപാട് കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളുണ്ട്. CDAC
സീഡിറ്റ്, അങ്ങനെ പല സ്ഥാപനങ്ങൾ എന്താണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നടത്തുന്നുണ്ട്. ആ പരിഹാരത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. ആദ്യം അത് മാത്രമേ അവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അവിടെ എന്താണ് സാധാ പ്ലസ് ടു വന്നു. ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതും നമുക്ക് എന്താണ് ഒരു തൊഴിൽ പഠിപ്പിച്ചു തരുന്ന കോഴ്സാണ്. ഒരു വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തൊഴിലധിഷ്ഠിത കോഴ്സ്. ഇക്കൊല്ലം നിങ്ങൾക്ക് എന്താണ് നല്ല സുവർണാവസരമാണ്. കാരണം ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്താണ് ഇല്ലാതാകാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇക്കൊല്ലം കൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്ത കൊല്ലം മുതൽ എന്താവും സാധാ പ്ലസ് ടുവിന്റെ അതേ രൂപത്തിലേക്ക് മാറുമെന്നാണ് പറയുന്നത്. ഇപ്പൊ അങ്ങനെ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കരിയർ വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മുടെ പ്ലസ് ടു എന്താണ് ആ രൂപത്തിലേക്ക് മാറാൻ പോവാണ്. ഏത് മാറിയതുപോലെ പ്ലസ് ടു കഴിഞ്ഞവരോട് പറയാനുള്ളതാണ് എന്ത്, ഡിഗ്രി നമ്മുടെ മാറിയിട്ടുണ്ട് അല്ലേ. പ്ലസ് ടു കഴിഞ്ഞവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും കാലം നമ്മുടെ നാട്ടിലെ ഡിഗ്രി 3 വർഷമാണ്. ഇത്രയും കാലം നമ്മുടെ നാട്ടിലെ ഡിഗ്രി 3 വർഷമാണ്. ഇനി ഈ കൊല്ലം മുതൽ എന്താണ് ഡിഗ്രിക്ക് പ്രവേശിക്കുന്നവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഡിഗ്രി എന്താണ് 4 വർഷമായിട്ടുണ്ട്. പക്ഷെ അതിന് ഒരുപാട് എന്താണ് മെച്ചങ്ങളുണ്ട്. പക്ഷെ 4 വർഷമായാലും എന്താണ് 3 വർഷം കഴിയുമ്പോൾ നമുക്ക് തോന്നുകയാണ്, അല്ല 3 വർഷം വേണ്ട 2.5 വർഷമാകുമ്പോൾ നമുക്ക് തോന്നുകയാണ് എന്ത്, ഡിഗ്രി നിർത്തിയേക്കാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്താണ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വരാം, ഡിഗ്രിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി 4 വർഷം പൂർത്തിയാക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഡിഗ്രി ഹോണേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിട്ട് BA ഹോണേഴ്സ്, BA അല്ലെങ്കിൽ BSc ഹോണേഴ്സ്, BCom ഹോണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഗ്രി ആയിട്ട്. ഇനി അതിന്റെ കൂടെ തന്നെ വേറൊന്നു കൂടിയുണ്ട്, എന്ത്, ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്നത്. അഥവാ ഇവർക്കും എന്താണ് 4 വർഷം പഠിക്കേണ്ടത്. 4ാമത്തെ വർഷം ഇവർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗവേഷണവുമായി ബന്ധപ്പെട്ട PhD-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ 4ാമത്തെ വർഷം ഉണ്ടാകുക. അത് കഴിഞ്ഞ ഒരാൾക്ക് എന്താണ് PG ഇല്ലാതെ തന്നെ, ഇന്നത്തെ കാലത്ത് നമുക്കൊരു PhD-ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് 2 വർഷത്തെ PG-യും കഴിഞ്ഞിട്ട് അടുത്ത വർഷമാണ് എന്താ PhD-ക്ക് പോകാൻ പറ്റുക. എന്നാൽ ഈ റിസർച്ച് ഡിഗ്രി കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നേരിട്ട് PhD-യിലേക്ക് പ്രവേശിക്കാം. അതേപോലെ എന്താണ് ഡിഗ്രി ഹോണേഴ്സ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താണ് പിന്നെ പിറ്റേത്തെ വർഷം എന്താണ് PG-ക്ക് പോകുമ്പോൾ 1 വർഷമേ പോകുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ എന്താണ് 3 വർഷം 2 വർഷം 5 അല്ലേ? 3 വർഷം ഡിഗ്രി 2 വർഷം PG, അങ്ങനെയാണ് 5 വർഷം. എന്നാൽ ഈ ഹോണേഴ്സ് ഡിഗ്രി വന്നതോടുകൂടി ഹോണേഴ്സ് ഡിഗ്രി 4 വർഷം, PG 1 വർഷം, അപ്പോഴും 5 വർഷം ആവുന്നുള്ളൂ. എളുപ്പം മനസ്സിലായ? അതേപോലെ തന്നെ എന്താണ് ഇപ്പൊ എന്താണ് കോളേജ് ലെവൽ എന്ന് പറയുന്നത് എന്താണ് ഒരു ബൊഫേ സിസ്റ്റം എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇഷ്ടംപോലെ സാധനം അവിടെ കാണും, ഇതേമാതിരി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അല്ലാതെ എന്താണ് നമ്മളോട് ഫിസിക്സ് പറഞ്ഞാൽ വെറും ഫിസിക്സ് മാത്രമാണ് ഇത്രയും കാലം പഠിച്ചത്. കൊമേഴ്സ് പറഞ്ഞാൽ കൊമേഴ്സിന്റെ പേപ്പർ മാത്രമാണ് പഠിച്ചത്. അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു, കൊമേഴ്സിന്റെ കൂടെ എനിക്ക് തോന്നുകയാണ് എന്ത്, അല്ലെങ്കിൽ ഫിസിക്സിന്റെ കൂടെ എനിക്ക് തോന്നുകയാണ് എന്തോന്ന് ഹിസ്റ്ററിന്റെ ഒരു പേപ്പറും കൂടെ പഠിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിന്റെ പേപ്പർ എനിക്ക് വേണമെങ്കിൽ എടുക്കാം. പുതിയ ഓപ്ഷനാണ്. ഇപ്പോൾ ഭാഷ പഠിക്കുമ്പോൾ എന്താണ് അറബി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ തോന്നുകയാണ് എന്ത്, അവിടെ ജർമ്മൻ ഭാഷ ഉണ്ട് ആ കോളേജിൽ, ജർമ്മൻ ഭാഷ പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എടുത്ത് പഠിക്കാം. അഥവാ ഇഷ്ടംപോലെ സാധനങ്ങൾ കോളേജിൽ ഉണ്ടാവും. ഏതാണോ നമുക്ക് രസകരമായി തോന്നുന്നത്, നമുക്ക് ആപ്റ്റായി തോന്നുന്നത്, അങ്ങനെ എടുത്ത് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കാണ് പുതിയ ഡിഗ്രിയുടെ മാറ്റം. 4 വർഷത്തെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതിൻ്റെ ഡീമെറിറ്റ് ഒരുപാട് ഉണ്ടാവും, അതൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. അതേപോലെ തന്നെ എന്താണ് ഇനി ഒരാൾക്ക് തോന്നുകയാണ് 2 വർഷം പഠിച്ചപ്പോൾ എന്താണ് തോന്നിയത്, ഇനി തൽക്കാലം നിർത്താം. 6 വർഷത്തിനുള്ളിൽ എന്താണ് ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ മതി. 4 വർഷത്തിനുള്ളിൽ തന്നെ നിർബന്ധമായി ചെയ്യണമെന്നില്ല. 6 വർഷത്തിനുള്ളിൽ വേണമെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് വന്നിട്ട് എന്താണ് വേണമെങ്കിൽ ഫാസ്റ്റ് ആക്കി ചെയ്യാം, സ്ലോ ആക്കിയിട്ട് ചെയ്യാം, എങ്ങനെയും ചെയ്യാം. കാരണം അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഡിഗ്രിയിൽ എന്തല്ല വിഷയത്തിനല്ല പ്രാധാന്യം, കുട്ടി എത്ര ക്രെഡിറ്റ് പാസ്സാവുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ഒരു ഡിഗ്രി ലെവലിലുള്ള കോഴ്സ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം യൂണിവേഴ്സിറ്റിയും നമ്മുടെ കേരള ഗവൺമെൻറ്റും പറയുന്നത് എന്താണ് 133 ക്രെഡിറ്റ് പാസ്സാകുക എന്നുള്ളതാണ്. അയാൾ ഏത് പേപ്പർ പഠിച്ചിട്ടില്ല എന്നുള്ളതൊന്നും അവിടെ വിഷയമല്ല. 133 ക്രെഡിറ്റ് പാസ്സായോ, അഥവാ ഒരു ക്രെഡിറ്റിന് എന്താണ് 3, 4 ഇതാണ് സ്കോർ ഉണ്ടാകുക. അപ്പോൾ ഒരു പേപ്പർ പാസ്സായാൽ എന്താണ് അതിന് 4 ആയി. അങ്ങനെ എന്താണ് ഓരോ പേപ്പറുകൾക്ക് അനുസൃതമായിട്ട് എന്താണ് എണ്ണം ഉണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന ആ ക്രെഡിറ്റുകൾ പാസ്സാകുക. അപ്പോൾ എന്താണ് ഫിസിക്സിൻ്റെ കൂടെ ഫിസിക്സ് നമ്മുടെ മൈൻ സബ്ജക്റ്റ് ആയാലും നമുക്ക് എന്താണ് ഒരു മൈനർ സബ്ജക്റ്റ് ആയിട്ട് ഏതെടുക്കാം,
ഹിസ്റ്ററിയോ കൊമേഴ്സോ വേണമെങ്കിൽ എടുക്കാം, പിന്നെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ എടുക്കാം. കോളേജുകളിൽ ഓപ്ഷൻസ് ഉണ്ടാവും, ആ ഓപ്ഷൻസിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി ഒരു കൊല്ലം പഠിച്ചപ്പോൾ മനസ്സിലാകാൻ എന്ത്, ഈ കോളേജിൽ ഞാൻ പഠിക്കുന്നില്ല, അപ്പുറത്തെ കോളേജിലേക്ക് പോയാൽ അവിടെ നല്ല കോഴ്സ് ഉണ്ട്, വേണമെങ്കിൽ പോവാം. അതിനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉള്ള ഒന്നാണെന്ത് പുതിയ ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി വൈകാതെ തന്നെ +2 എന്താണ് ഈ മാറ്റം എന്താണ് വരാനിരിക്കുകയാണ്. +2 ഇതേപോലെ എന്താണ് ഓപ്ഷൻസ് കൂടി വരും. അപ്പോൾ എന്താണ് ചിലപ്പോൾ എന്താണ് 9, 10, 11, 12 എന്താണ് ഒരേ കാറ്റഗറിയിലേക്ക് ചിലപ്പോൾ വരാം. ചിലപ്പോൾ 5 വർഷത്തിനുള്ളിൽ എന്താണ് വലിയ മാറ്റങ്ങൾക്ക് എന്താണ് ഇനിയും സാധ്യതകളുണ്ട്. കോഴ്സുകളെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോകാൻ പറ്റുന്ന വഴികൾ ഇങ്ങനെ ഒന്ന് ഓടിച്ചു പോയി എന്ന് മാത്രം. ഇനി നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളോട്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിനോട്, അതുപോലെ തന്നെ നാട്ടിലുള്ള പൊതുപ്രവർത്തകർ, അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് ടീച്ചേഴ്സും ഒരുപാട് എന്താണ് അധ്യാപകരും ഉസ്താദന്മാരൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് തിരുവട്ടൂർ. അവരോടൊക്കെ എന്താണ് അന്വേഷിച്ച് എല്ലാവരും കൂടെ എന്താണ് ചർച്ച ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ ചർച്ച ചെയ്ത് മാത്രം എന്താണ് കോഴ്സുകളിലേക്ക് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തലമുറയായി നിങ്ങൾ വളർന്നു വരണം. ഇൻഷാ അല്ലാഹ് അന്ന് വളർന്നു വരുമ്പോൾ നിങ്ങൾ പറയണത് മുസ്ലിം യൂത്ത് ലീഗ് അന്ന് നടത്തിയ എൻ്റെതല്ല പറയേണ്ടത്, നിങ്ങളുടെ നാട്ടിലെ എന്താണ് നേതാക്കന്മാർ നടത്തിയ ആ ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ എന്നെ ഇവിടെ എത്തിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം എനിക്ക് അറിയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരും, അറിയാത്ത കാര്യം ഇല്ലാന്ന് തന്നെ പറഞ്ഞു കേട്ടോ.